നമ്മുടെ നാട്ടിൽ കൺസ്ട്രക്ഷൻ രീതിയിൽ വലിയ മാറ്റമൊന്നും വരാതെ ട്രഡീഷണലായി ഇപ്പോഴും തുടരുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, നല്ല ക്വസ്റ്റ്യനാണ്. നമ്മുടെ നാട്ടിലെ കൺസ്ട്രക്ഷൻ ട്രഡീഷണൽ എന്തുകൊണ്ട് തുടരുന്നു എന്നാണ് ചോദ്യം. അതിൽ പറയുന്നത് ഒരു വിഭാഗം ആളുകളെ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടും ട്രഡീഷണൽ എന്ന് പറയാൻ പറ്റില്ല. നല്ല മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 50% ആളുകൾ മാത്രമാണ് ട്രഡീഷണൽ കൺസ്ട്രക്ഷൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് ആണ് അതിന് പ്രധാനമായിട്ടുള്ള കാരണം. തോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗതമായിട്ട് ചെയ്തു പോരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മളുടെ പാരൻസ് അവരൊക്കെ ഡിപ്പെൻഡഡ് ആണ്. അവരാണ് പലതും ഡിസൈഡ് ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നത്. ഇവിടെ കാലം മാറിയിട്ടുണ്ട്. കാലം മാറിയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. സോ അത്തരം ആളുകൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അവയർനെസ് എത്തിച്ചു കൊടുക്കും. സപ്പോസ് ഒരു വീട് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുക അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ നിങ്ങൾ പാരൻസുമായിട്ടല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അതോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സും അതൊരു കൺസൾട്ടൻസി. അപ്പോൾ പുതിയ ഒരുപാട് മെറ്റീരിയൽസ് നാട്ടിൽ അവൈലബിൾ ആണ്. അതർ കൺട്രീസിൽ നിന്ന്, യൂറോപ്യൻ കൺട്രീസിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ GCC നമ്മളെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ രീതി നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് ഒരു ഗുണങ്ങളുണ്ട്. നമ്മൾ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളടുത്ത് ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന നമ്മൾ ആദ്യം നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് തടിയാണ്. തടി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വില കൂടിയ തേക്കായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ കോസ്റ്റ് ക്യൂബിക്കിൽ നിന്ന് 5,000 പ്ലസ് ആണ് കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. ഈ 5,000 കോസ്റ്റിലെ സാധനം കട്ട് ചെയ്ത് ഇന്ന് സ്റ്റീൽ സ്ട്രക്ചറുകളും അലൂമിനിയം സ്ട്രക്ചറുകളും അല്ലെങ്കിൽ WPC ഒരുപാട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു അവെയർനെസ് നമുക്ക് ഉണ്ടാവുക എന്നുള്ള എങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ ഒരു അവെയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷനിലേക്ക് പോകാം. മാത്രമല്ല നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ഇതാണ് എനിക്ക് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും.